ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ സിനിമകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ബറോസ് എന്ന 3D സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ അഭിപ്രായങ്ങൾ കൊണ്ട് നിരാശപ്പെടുത്തിയ സിനിമ ചിത്രത്തിന്റെ 4ാം ദിവസം ശനിയാഴ്ച ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ 4ാം ദിവസത്തെ ബുക്കിംഗ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ താഴേക്ക് പോകുന്ന ഒരു ബുക്കിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം മണിക്കൂറിൽ 1000-ൽ പരം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയുടെ പേരിൽ എന്നുകൂടിയാണ് ബുക്ക് മൈ ഷോ ഡാറ്റയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും ബറോസിന്റെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള അടുത്ത കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് ലാലേട്ടൻ പുതിയ സംവിധായകരോടൊത്ത്, അതായത് ഇതുവരെ ലാലേട്ടൻ കമ്മിറ്റ് ചെയ്യാത്ത സംവിധായകരോടൊത്ത് സിനിമകൾ വരുന്നു എന്ന തരത്തിലുള്ള റൂമേഴ്സ് പ്രചരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ ആ റൂമേഴ്സിലേക്ക് 3 സംവിധായകരുടെ പേരുകൾ കൂടി വന്നിരിക്കുകയാണ്. 3 സംവിധായകരും ഏറ്റവും അവസാനത്തെ സിനിമകളിലൂടെ വിജയം നേടിയെടുത്ത സംവിധായകരാണ് എന്നത് ആദ്യം പ്രത്യേകം എടുത്ത് പറയട്ടെ. ARM എന്ന 3D വിജയ സിനിമയൊരുക്കിയ ലാലേട്ടൻ ആരാധകൻ കൂടിയായ ജിതിൻ ലാൽ, അതുകൂടാതെ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ വലിയ വിജയം നേടിയെടുത്ത സിനിമകളിലൊന്നായ ഗുരുവായൂർ അമ്പലനടയിൽ സംവിധായകൻ വിപിൻ ദാസ്, ഒപ്പം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയായ ഹനീഫ് അദീനി എന്നീ 3 സംവിധായകരുടെ റൂമേഴ്സ് ആണ് ലാലേട്ടൻ പ്രൊജക്റ്റുമായി ഇതിനോടകം തന്നെ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ വിപിൻ ദാസിന്റെയും ജിതിൻ ലാലിന്റെയും റൂമേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് കേരള കൗമുദി പത്രമാണ്. അതിലെ റിപ്പോർട്ട് പ്രകാരം ഷിബു ബേബി ജോൺ ആയിരിക്കും വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ സിനിമ നിർമ്മിക്കുക എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റൂമർ. എന്തായാലും ഈ പറഞ്ഞ 3 സംവിധായകർക്കും അടുത്തൊരു പ്രോജക്റ്റ് ഇതിനോടകം തന്നെ ലാലേട്ടൻ സിനിമയ്ക്ക് മുന്നേ ഉണ്ടായേക്കുമെന്നും മറ്റൊരു റിപ്പോർട്ടുണ്ട്. ഇതിനിടയിൽ ജിതിൻ ലാലിനും ഒപ്പം തന്നെ വിപിൻ ദാസിനും ലാലേട്ടന്റെ ഓപ്പൺ ഡേറ്റ് നൽകി കഴിഞ്ഞു. സ്ക്രിപ്റ്റുമായിട്ട് വന്നാൽ പ്രോജക്റ്റ് വേഗം ആരംഭിക്കും തുടങ്ങിയ റൂമേഴ്സും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ആകെ മൊത്തത്തിൽ ലാലേട്ടൻ ഒരുപാട് സിനിമകളാണല്ലോ നിലവിൽ കൈനിറയുള്ളത്. ആ കൂട്ടത്തിലേക്ക് വീണ്ടും പ്രോജക്റ്റുകൾ ചേരുന്നു എന്ന് മാത്രം. കാത്തിരിക്കാം ലാലേട്ടന്റെ അടുത്ത സിനിമകളുടെ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.